നിങ്ങൾ എനിക്ക് വേണ്ടി അല്ലാത്ത ഖുമൂലി, നിങ്ങൾ എനിക്ക് വേണ്ടി എണീക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ. യാ അല്ലാഹ്, യാ അല്ലാഹ്, നിങ്ങൾ എനിക്ക് വേണ്ടി എണീക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കുക, നിങ്ങൾ എനിക്ക് വേണ്ടി എണീക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ. വളരെ ചിന്തിക്കണം മുഅ്മിനീങ്ങളെ, ചിന്തിക്കണം. മൻ സറഹു അയതമസല ലഹു الناس ഖിയാമൻ ഫൽയതബവ്വ മഖഅദഹു മിനൻ നാർ. ഒരു മനുഷ്യൻ ജനങ്ങളൊക്കെ അവൻ വരുമ്പോ എണീറ്റ് നിൽക്കണമെന്ന് ആഗ്രഹിച്ചാൽ അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നബി വന്ന എണീക്കണ്ടേ? നബി വന്നാൽ സ്വഹാബികൾ എണീറ്റില്ലേ? നബി വന്ന സ്വഹാബികൾ എണീറ്റല്ലോ. നബി എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് വേണ്ടി എണീക്കരുത്. മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക്. മുത്തുനബി എന്താ പറഞ്ഞത്? മുത്തുനബി പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി എണീക്കരുത്. എന്നാൽ ബുദ്ധിമാന്മാരായ സ്വഹാബികൾ ഹബീബിന് വേണ്ടി എണീറ്റവരല്ലേ? ചിന്തിക്കണം. ഏറ്റവും വലിയ മഹാനല്ലേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അവരാരാണ്? അവർ രണ്ടിന്റെ ഹാമിലാണ്. ഒന്ന് ഹാമിലുൽ ഖുർആൻ, രണ്ട് ഹാമിലുൻ അലൈഹി റസൂലില്ലാഹ്. രണ്ട് കാര്യത്തിന്റെ ഹാമിലാണ്, രണ്ട് കാര്യത്തിന്റെ വാഹകനാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഒന്ന് ഹാമിലുൽ ഖുർആൻ, ഒന്ന് ഖുർആൻ വഹിച്ച ആളാണ്. രണ്ട് ഹാമിലുൻ അലൈഹി റസൂലില്ലാഹ്, മുത്ത് റസൂലുള്ളാഹിന്റെ രണ്ട് ചെരുപ്പും ഏറ്റി നടന്ന ആളാണ് സയ്യിദുനാ ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. സയ്യിദുനാ ബിൻ മസ്ഊദ്, എനിക്ക് വേണ്ടി നിങ്ങൾ എന്നെ അവമാനിച്ചൊന്നും ചെയ്യരുതെന്ന് മുഹമ്മദ് മുസ്തഫ. അതിന് രണ്ട് അർത്ഥമാണ്. റസൂലുള്ളാഹിന്റെ നഫ്സിൽ റസൂൽ അങ്ങനെ പറയൂ, മുഹമ്മദ് മുസ്തഫ. ഒരാൾക്ക് തോന്നാണ് എനിക്ക് വേണ്ടി ജനങ്ങൾ കോലം കെട്ടി എണീക്കണമെന്ന് ആഗ്രഹിച്ചാൽ അവൻ അവൻ നരകത്തിൽ അവന് സീറ്റ് ഉറപ്പിച്ചോട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യൻ വരുമ്പോൾ ആ മനുഷ്യനെ ഒരു ആലിമ വരുമ്പോൾ നമ്മൾ എണീക്കണ്ടേ? നമ്മൾ എണീക്കണം. പക്ഷെ അയാളെ നഫ്സിൽ അങ്ങനെ തോന്നാൻ പാടില്ല. ഇത് വളരെ ചിന്തിക്കണം. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ പറഞ്ഞ ഈ വാക്കുകൾ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ, അത് സ്റ്റേജുകളിൽ സ്ഥിരമായി കേൾക്കുന്ന വർത്തമാനങ്ങളാണ്. അതൊക്കെ നിർത്തേണ്ട കാലഘട്ടം കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ അത് കേൾക്കുന്ന മനുഷ്യനെ അത് നശിപ്പിച്ചു കളഞ്ഞു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാവരും ചിന്തിക്കണം. ഇന്ന് വേദികളെല്ലാം നശിപ്പിക്കാനുള്ള പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ചിലർക്ക് ഇഷ്ടപ്പെടൂല. എനിക്ക് ഇനി ഇഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും പാടില്ല. 3/4 ഭാഗവും 99 താടിരോമം നരച്ചിട്ട് ഇനി ആരെയാണ് പൊരുത്തപ്പെടിക്കാനുള്ളത്? മനുഷ്യന്മാരെ, അള്ളാഹനെല്ലാവരും ഉള്ളിലേക്ക് പേക്കാക്കേണ്ട നേരമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത്. നിങ്ങളെ കുറേ ആളുകളെ ബഹുമാനിച്ച് നടന്നിട്ടൊന്നും എനിക്ക് കാര്യമില്ല. അടിയിൽ പേക്കിങ്ങിലേക്ക് പോകാനുള്ള നേരമായി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ വാക്ക് പറയുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ചിന്തിക്കണം. ഔലിയാക്കന്മാരെ മാത്രം അവർ ബക്കായികളാണ്. അവർ സ്വന്തത്തിൽ കരിഞ്ഞു. ഏറ്റവും വലിയ ആളല്ലേ ഇബ്നു മസ്ഊദ്? തഅല്ലമുൽ ഖുർആന അൻ അർബഅ, 4 ആളിൽ നിന്ന് നിങ്ങൾ ഖുർആൻ പഠിച്ചോളൂ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. 4 ആളിൽ നിന്ന് നിങ്ങൾ ഖുർആൻ പഠിച്ചോളൂ. ആരാ 4 ആള്? ഇബ്നു മസ്ഊദിൻ, وأبي بن كعب ومعاذ بن جبل وسالم مولى أبي حذيفة. إن محمد مصطفى تعلموا القرآن عن 4. 4 ആളിൽ നിന്ന് ഖുർആൻ പഠിച്ചോളൂ എന്ന് മുഹമ്മദ് മുസ്തഫ. കേട്ടോളൂ. 1 ഇബ്നു മസ്ഊദിൻ, 2 ഉബയ്യ് ഇബ്നു കഅബിൻ, 3 മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, 4 സാലിം മൗല അബി ഹുദൈഫ. ഇതിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞ ആ പേരാണല്ലോ ഏത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇനി നിങ്ങൾ ഇബ്നു മസ്ഊദിനെ പറ്റി കേൾക്കി. ഇതിനേക്കാൾ വലിയ ഞാളാരാ ഈ ലോകത്തുള്ളത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാല് അല്ലാഹുവിന്റെ കോടതിയിലെ തുലാസിലേക്കാണ് വെച്ചാൽ അസ്ഖലു മിൻ ഉഹുദിൻ, ഓരോ കാലും ഉഹദ് മലയേക്കാൾ ഭാരമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ ഇബ്നു മസ്ഊദിന്റെ, എന്റെ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദിന്റെ കാല് അല്ലാഹുവിന്റെ കോടതിയിൽ മീസാനിൽ വെക്കും.
അത് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാലും ഉഹുദ് മലയേക്കാൾ ഭാരം ഉണ്ടാകുമെന്ന്. 1.5 കിലോമീറ്റർ ഉയരത്തിലും 6 കിലോമീറ്റർ വീതിയിലും നീളത്തിലുമുള്ള മദീന കണ്ട ഏറ്റവും വലിയ പ്രധാന പർവ്വതമാണ് ഏത്? ഉഹുദ് മല. ആ ഉഹുദ് മലയേക്കാൾ ഭാരമുണ്ടാകും ആരെ കാലിന്? അള്ളാന്റെ കോടതിയില്. കാരണം ഈ കാലുകൊണ്ട് അദ്ദേഹം ചെയ്ത നന്മക്ക് കയ്യും കണക്കുമില്ല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ പരിശുദ്ധ ഖുർആനിലെ الرحمن علم القرآن خلق الإنسان علمه البيان. ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ആരാണ് കഅബാലയത്തിന്റെ അടുത്ത് പോയി ഇത് ഓതുക? ഫഖാമ ബിൻ മസ്ഊദിൻ. അപ്പോൾ ഇബ്നു മസ്ഊദ് എണീറ്റു. അന യാ റസൂലല്ലാഹ്. ഫഖാല ലാ ഇജ്ലിസ് ഉരീദു മൻ ലഹു അശീറ. നല്ല കരുത്തന്മാരായ കുടുംബക്കാരുള്ള ഒരാളാണ് പോകേണ്ടത്. കാരണം നിനക്ക് നീ ഒരു പാവപ്പെട്ട ചങ്ങാതിയാണ്, നീ അവിടെ പോയി ഓതിയാൽ തന്നെ അടിച്ചവര് ശരിയാക്കും. എന്നാൽ കുടുംബത്തിനെ പേടിച്ചിട്ടെങ്കിലും തല്ലാൻ ധൈര്യം ഉണ്ടാവൂല. അങ്ങനത്തെ കുടുംബക്കാരുള്ള ഒരാളാരായി കൂട്ടത്തിൽ ഓടാൻ പോകാനുള്ളത്. ഒരാൾ എണീറ്റില്ല. ഫഖാമ ഇബ്നു മസ്ഊദ് സാനിയൻ. രണ്ടാമത്തവും എണീറ്റത് ഇബ്നു മസ്ഊദാണ് റളിയല്ലാഹു. അപ്പോഴും ഹബീബ് പറഞ്ഞു, കുടുംബമുള്ള ഒരാളെയാണ് എനിക്ക് വേണ്ടതെന്ന് മുഹമ്മദ് മുസ്തഫ. പിന്നെ ചോദിച്ചു, കഅബാലയത്തിന്റെ അടുത്ത് പോയി നിന്നിട്ട് ഈ ആയത്തോടാൻ ഈ സൂറത്തോടാൻ ആരാണുള്ളത്? ഫമാ ഖാമ അഹദുൻ. ഒരാളും എണീറ്റില്ല. ഫഖാമ ഇബ്നു മസ്ഊദ് സാലിസാ. മൂന്നാമത്തെ വട്ടം എണീറ്റത് ആരാണ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. പോയി അവിടെ പോയി ഇന്നത്തെ ബഹുമാനപ്പെട്ട മഖാമിന്റെ ഇബ്രാഹിം ആ ഏരിയയിൽ പോയി നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദ്നാ ഇബ്നു മസ്ഊദ് ഓത്തങ്ങട് തുടങ്ങിയപ്പോൾ മക്കക്കാര് വന്നു, അടിച്ച് ചവിട്ടി വീഴ്ത്തി ബോധം കെട്ട് ചെവി തോള ചോട്ടയാക്കി വീണ് കാലി ചവിട്ടി മുറിച്ച് സയ്യിദ്നാ ഇബ്നു മസ്ഊദിനെ റളിയല്ലാഹു അൻഹു. ഈ രണ്ട് കാലുകൾക്ക് ഉഹുദ് മലയേക്കാൾ ഭാരമുണ്ടാകും എന്ന് മുഹമ്മദ് മുസ്തഫ. ശരി ശരി, ഇനി നിങ്ങൾ കേട്ടോ. ഈ മനുഷ്യൻ മരിക്കാൻ ഒരുങ്ങുന്ന നേരത്ത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ കരയന്നെ ഇബ്നു മസ്ഊദ് കരയന്നെ. മാലക്കായ ഇബ്നു മസ്ഊദ്, എന്തേ നിനക്ക് പറ്റിയത്? ഇബ്നു മസ്ഊദ് തങ്ങളെ എന്തേ പറ്റിയത്? നിങ്ങളുടെ സമയമാസന്നമായി, ഇനി മരിച്ചാൽ നിങ്ങളെ കുട്ടികൾ ദാരിദ്ര്യത്തിലാകുമെന്ന് പേടിച്ചിട്ടാണോ? അപ്പോൾ പെൺകുട്ടികൾക്ക് ദാരിദ്ര്യമുണ്ടാകുന്ന പേടി എനിക്കില്ല. أمرتهم أن يقرأن كل ليلة سورة الواقعة لأني سمعت من رسول الله صلى الله عليه وسلم من قرأ سورة الواقعة كل ليلة لم تصبه فاقة أبدا. ഞാൻ എൻ്റെ പെൺകുട്ടികളോട് എല്ലാ രാത്രിയിലും നിങ്ങൾ അൽ-വാഖിഅ സൂറത്ത് ഓതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാപ്പ മരിച്ചാൽ നിങ്ങൾക്ക് ഒരു ദാരിദ്ര്യം ഉണ്ടാവില്ല. കുട്ടികളെ, നിങ്ങൾ എല്ലാ രാത്രിയിലും അൽ-വാഖിഅ ഓതണം കേട്ടോ. എന്തുകൊണ്ട്? ലിഅന്നി സമിഅതു മിൻ റസൂലില്ലാഹ് മൻ ഖറഅ സൂറത്തുൽ വാഖിഅ കുല്ല ലൈല. എല്ലാ രാത്രിയിലും ഒരാള് അൽ-വാഖിഅ സൂറത്ത് ഓതിയാൽ ലം തുസിബുഹു ഫാഖത്തുൻ അബദാ. ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ കുട്ടിക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. അവരെല്ലാ രാത്രി അൽ-വാഖിഅ ഓതുന്നവരാണ്. ഞാൻ മരിച്ചതുകൊണ്ട് കുട്ടികളുടെ അന്നം മുടങ്ങൂല ഖലീഫ. അതൊന്നും എനിക്ക് പേടില്ല ഖലീഫ. അപ്പോൾ പിന്നെ ഖലീഫ ചോദിച്ചു, പിന്നെന്തിനാ നിങ്ങൾ കരയുന്നത്? പിന്നെന്തിനാ നിങ്ങൾ കരയുന്നത്? അള്ളാന്റെ ഹബീബ് ഏറ്റവും സന്തോഷിച്ച ആളല്ലേ നിങ്ങള്? അള്ളാന്റെ ഹബീബിന്റെ കാര്യല്ലേ നിങ്ങള്? മുത്തുനബിക്ക് അങ്ങോട്ട് ഖുർആൻ ഓതി കൊടുത്ത ആളല്ലേ ഇബ്നു മസ്ഊദ്. അല്ലാഹു റളിയല്ലാഹു അൻഹു പറഞ്ഞാലേ അൽ ഖാരിഉ അലാ റസൂലില്ലാഹ്.
എല്ലാവരും ഹബീബിൽ നിന്ന് കേട്ടവരാണെങ്കിൽ ഇബ്നു മസ്ഊദ് കേട്ടവരുമാണ്. വൽ ഖാരിഉ അലാ റസൂലില്ലാഹ്, മുത്തുനബിക്ക് അങ്ങോട്ട് ഓടിക്കൊടുത്ത മുത്തുനബിയെ കരയിപ്പിച്ച ഓത്തുകാരനുമാണ് ഇബ്നു മസ്ഊദ്. മുഹമ്മദ് മുസ്തഫ തങ്ങളെ കരയിപ്പിച്ച ഓത്തുകാരനാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അന്നിസാ ഓതാം, ഖുർആൻ ഓതാൻ വേണ്ടി പറഞ്ഞു. നിസാ സൂറത്ത് ഓതി. വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ, ഈ ആയത്ത് എത്തിയപ്പോൾ പൊട്ടി പൊട്ടി കരഞ്ഞു മുത്ത് മുഹമ്മദ് മുസ്തഫ. അത്രയും വലിയ മുത്തുനബിയെ കരയിച്ച ഓത്തുകാരനാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നിങ്ങൾ സന്തോഷിക്കല്ലേ വേണ്ടത്? മരിക്കുമ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ ഞങ്ങൾക്കൊണ്ട് പേടിയില്ല, പിന്നെ നിങ്ങൾ വെച്ചു. അപ്പോൾ പറഞ്ഞു, ഖലീഫ ഞാൻ ദുനിയാവോർത്ത് കരയുകയല്ല, റബ്ബിന്റെ മുന്നിൽ എങ്ങനെ നിൽക്കും എന്നോർത്ത് കരയുകയാണ്. ദോഷം ഓർത്ത് ഞാൻ കരയുകയാണെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു. ജനങ്ങളെ അട്ടിമറിയണ്ട. ദുനിയാവിന്റെ കളികളല്ല ആഖിറത്തിന്റെ കളി. ദുനിയാവിൽ ആളായതുകൊണ്ട് ആഖിറത്തിൽ ആളാവില്ല. ദുനിയാവിൽ കസേര കിട്ടിയതുകൊണ്ട് ആഖിറത്തിൽ കസേര കിട്ടിക്കൊള്ളണമെന്നില്ല. ദുനിയാവിൽ ജനങ്ങൾ ബഹുമാനിച്ചതുകൊണ്ട് ആഖിറത്തിൽ ജനങ്ങൾ ബഹുമാനിക്കും എന്നുമില്ല. ദുനിയാവിൽ ഒരാളെ നിസാരപ്പെടുത്തിയതുകൊണ്ട് ആഖിറത്തിൽ നിസാരനായി കൊള്ളണമെന്നുമില്ല. നിങ്ങൾക്കറിയില്ലേ, കാസർഗോഡ് നിസാരനായി ജീവിച്ച ഒരാള് തികച്ചും നിസാരനാണ്. ആ നാട്ടിലെ നിസാരന്മാരിൽ നിസാരനായി, വല്ലാതെ മിണ്ടൂല, വല്ലാതെ ബന്ധങ്ങളില്ല, വല്ലാതെ വർത്തമാനം പറയൂല. ആദ്യകാലത്ത് കുറെ നിഅമത്തുണ്ടായിരുന്നു, പിന്നെ അതെല്ലാം പോയി സാധുവായി മരിച്ച ഒരു മനുഷ്യനെ 13 കൊല്ലം കഴിഞ്ഞിട്ട് ഖബർ തുറന്നു നോക്കിയപ്പോ അവസ്ഥ എന്താ? മൂല്യരാണോ? അല്ല. താടിക്കാരനാണോ? അതുമല്ല. താടിക്കാരനല്ല. ക്ലീൻ ഷേവ്. തന്നെ എല്ലാവരും താടിയുള്ളവരൊക്കെ പോയി പഠിച്ചോളി എന്നല്ല, അങ്ങനെ മനസ്സിലാക്കണ്ട. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം. സാധുവായ മനുഷ്യൻ ഖബർ തുറന്ന് പിന്നെ അവര് ഖബർ മൂടി. സോഷ്യൽ മീഡിയയിൽ വാർത്ത പ്രചരിച്ചപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ആള് വന്നു. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ആള് വന്നു. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വാർത്ത പ്രചരിക്കുന്നുണ്ട്. ഞങ്ങൾ നിന്റെ സ്ഥിതി പഠിക്കാൻ വേണ്ടി വന്നതാണ്, ഡിപ്പാർട്ട്മെന്റിൽ ഔദ്യോഗികമായി വന്നതാണ്, ഞങ്ങൾക്ക് വേണ്ടി ഖബർ തുറക്കണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഖബർ തുറന്നു കൊടുത്തു. പിറ്റേന്ന് പിന്നെയും ഖബർ തുറന്നു. ഖബർ തുറന്നപ്പോൾ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഖബർ തുറപ്പിച്ചു. ഖബർ പിറ്റേന്ന് പിന്നെയും തുറന്നു. ഖബർ തുറന്നപ്പോൾ ഒരു ഫോട്ടോ എടുക്കണമെന്നായി. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല എന്ന് മഹല്ല് നിവാസികൾ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇതൊരു പിന്നീടൊരു പ്രശ്നമായാൽ ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾക്കൊരു ഫയലിൽ സൂക്ഷിക്കാനാണ് ഒറ്റ ഫോട്ടോ. അപ്പോൾ മഹല്ല് അധികാരികൾ സമ്മതിച്ചു. അവർ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉന്നതനായ ഡിവൈഎസ്പി വന്നിട്ട് എന്ത് ചെയ്ത്, പോലീസ് ഖബറിൽ ഇറങ്ങി പച്ചയായ കാല് പിടിച്ചു നോക്കി. കാലിങ്ങനെ പിടിച്ചു നോക്കി. ചിലപ്പോ കാഴ്ച മാത്രമേ ഉള്ളൂ, അതല്ല ഇറച്ചി ക്ലിയർ തന്നെയാണോ നോക്കാൻ. വിളക്കിന്റെ മാൻഡലിന്റെ ഒരു നിൽപ്പുണ്ടല്ലോ, അങ്ങനെയാണോ എന്നറിയാൻ. പെട്രോൾ മാക്സിനുണ്ടല്ലോ, മനസ്സിലായില്ല? മനസ്സിലാവണില്ലോ? പെട്രോൾ മാക്സിനുണ്ട് ഒരു നിൽപ്പ് നിൽക്കുമല്ലോ. പെട്രോൾ മാക്സ് കാണുമ്പോ അങ്ങനെ നല്ല പാനിക്കാട് നിൽക്കുമ്പോൾ നോക്കും. എന്നാൽ തൊട്ടപ്പറിയാതെ മനസ്സിലാവാതെ പോണെങ്കിൽ അപ്പൊ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വന്ന്, ഞാൻ ഇത് വെറുതെ പറയല്ല, എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ശിഷ്യൻ പോയി ആ മഹലിൽ പോയി അതിൻ്റെ റിപ്പോർട്ട് പൂർണ്ണമായി എടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ ഈ വിഷയത്തിൽ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട് പ്രസംഗിക്കുന്ന ആട്ട് ഈ വിഷയം പ്രസംഗിച്ചിട്ടില്ല.
അതിൻ്റെ എല്ലാ റിപ്പോർട്ടുകളും തയ്യാറാക്കി നമ്മുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ശിഷ്യൻ കാസർഗോഡ് ഈ മഹലിൽ പോയി പഠിച്ചു. ആ കുടുംബത്തിൽ പോയി വിഷയങ്ങൾ പഠിച്ച അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണം. ഇറങ്ങിയ കൈ കാലൊടിച്ച ഒരു കുഴപ്പമില്ല. കാലൊക്കെ നല്ല റാഹത്തുള്ള കാല്, നല്ല ഉഷാറ്. കഫം തുണിയുടെ തുണി പിടിച്ചു നോക്കി, മല്ല് തുണി പിടിച്ചു നോക്കി, ഒലച്ചു നോക്കി, ഇപ്പോ മാർക്കറ്റിലെ ഏതോ പീടികയിൽ നിന്ന് വാങ്ങിയതുപോലെ പുതുപുത്തൻ പിടിച്ചു നോക്കി, ഒലച്ചു നോക്കി, ഒരു കുഴപ്പമില്ല. ഇതിനെല്ലാം അനവധി സാക്ഷികൾ ഇന്നുണ്ട്. 13 കൊല്ലം അതിൻ്റെ ഇടയിൽ എത്ര മഴ പെയ്തു, എന്തൊക്കെ നടന്നു. മുസ്ലിയാരാണോ മുസ്ലിയാർ അല്ല, സയ്യിദാണോ സയ്യിദും അല്ല. ചിന്തിക്കണം. നാട്ടിലെ കേമനാണോ, അറിയപ്പെട്ട കേമനാണോ, കേമനും അല്ല. പിന്നെ ആരാണ് സാധുവായ മനുഷ്യൻ? സാധുവായ മനുഷ്യന് അല്ലാഹു സ്ഥാനം കൊടുത്തെങ്കിൽ ഒരു ആലിം ആമിലായാൽ ആമിലിന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു സയ്യിദ് ആമിലായാൽ ഖൈഫായാൽ അപ്പോൾ ആ സയ്യിദിന്റെ സ്ഥാനം എന്തായിരിക്കും? സാധാരണക്കാരൻ നാലാം കാറ്റഗറി അല്ലേ? മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ. പറ നാലാം കാറ്റഗറി അല്ലേ? നാലാം കാറ്റഗറിയിൽ പോലും ഇങ്ങനെയാണെങ്കിൽ രണ്ടാം കാറ്റഗറി എങ്ങനെ? മൂന്നാം കാറ്റഗറി എങ്ങനെ? ഒന്നാം കാറ്റഗറിയിലേക്ക് നമുക്ക് പോകണ്ട. അത് അമ്പിയാക്കന്മാരുടെ അവസ്ഥയാണ്, പറയാനേ നമുക്ക് കഴിയില്ല. വർത്തമാനം പറഞ്ഞു കിടക്കുന്ന ആളാണ്. ആ അവസ്ഥയിലാണ് മുഹമ്മദ് മുസ്തഫ. വർത്തമാനം പറയും, വർത്തമാനം പറഞ്ഞിട്ടുണ്ടല്ലോ, വന്നിട്ടുണ്ടല്ലോ, പിന്നെയും വന്നിട്ടില്ല. എത്ര ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ വന്നിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. വഹാബികൾ പറഞ്ഞു ഇയാൾക്ക് പിരാന്താണ്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ റസൂലുള്ള പിന്നെ പല ആളുകൾ അടുത്തൊന്നും നേരിട്ട് വന്നിട്ടുണ്ട് എന്ന് കാസിമി പറയുന്നു. അയാൾക്ക് പിരാന്താണ്. ആയിക്കോട്ടെ, എനിക്ക് പിരാന്താണ് എന്ന് നിനക്ക് പറയുന്ന അവസ്ഥയിലേക്ക് അള്ളാഹ് ആക്കി എന്നുള്ളതാണ്. അള്ളാഹു എനിക്ക് തന്ന തൗഫീഖ്. അൽഹംദുലില്ലാഹ്. വഹാബികൾ സോഷ്യൽ മീഡിയ നിറച്ചിട്ടുണ്ട്. കാസിമി പറയുന്നേ പുട്ട് നബി നേരിട്ട് വരുന്നതാണ്. നേരിട്ട് വരും, എന്റെ അടുത്തേക്ക് വന്നോളന്നില്ല, ആ കൂടി വരും. മുഹമ്മദ് മുസ്തഫ ഓർക്കപ്പറ പുണ്യ മുഹമ്മദ് മുസ്തഫ എത്ര ആളടുത്തേക്ക് വരണോ, ഇനി എത്ര ആളടുത്തേക്ക് വരും. മുഹമ്മദ് മുസ്തഫ നേരിട്ട് വരും, നേരിട്ടും വരും, യഖ്ലത്തിൽ വരും. മനാമല്ല, മനാമ പൂളക്കളക്കുന്നവനും ചേമ്പിന് കളക്കുന്നവൻ്റെ അടുത്തേക്ക് പോലും മനാമിൽ പോകുമെങ്കിൽ ഔലിയാക്കന്മാരുടെ അടുത്തേക്ക് യഖ്ലത്തിലും വരും മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? എന്താണ് കാസർകോട്ടെ ഖബർ നമ്മളെ പഠിപ്പിക്കുന്നത്? ഇന്നല്ലാഹ യുഹിബ്ബുൽ അത്ഖിയാ അൽ-അബ്രിയാ അൽ-അസ്ഫിയാ. എല്ലാ ഫിത്നകളിലും മാറി നിൽക്കുന്ന, എല്ലാ രംഗവേദികളിലും മാറി നിൽക്കുന്ന, എല്ലാ പള്ളിയതാകാനുള്ള സ്ഥലങ്ങളിലും മാറി നിൽക്കുന്ന ചില ആളുകളുണ്ട്. അവരെ അല്ലാഹ് ഒരു വലിയ മുത്തഖീങ്ങളുമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ അത്ഖിയാ അൽ-അബ്രിയാ അൽ-അസ്ഫിയാ. അങ്ങനത്തെ ചില ആളുകളുണ്ട്, അവരെ അല്ലാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അല്ലദീന ഇദാ ദുഉ ഇദാ ഹളറു ലം യുദ്ഉ. അവർ നാട്ടിലുണ്ടെങ്കിൽ ആരും അവരെ വിളിക്കൂല. നാട്ടിലുണ്ടെങ്കിൽ ഒരു കാര്യം തീരുമാനിക്കാനോ അല്ല വിളിക്കൂല. അല്ലദീന ഇദാ ഹളറു ലം യുദ്ഉ. അവർ നാട്ടിലുണ്ടെങ്കിലും അവരെ വിളിക്കൂല. ഒരു നിശ്ചയത്തിനൊന്നും വിളിക്കൂല, നിശ്ചയത്തിനൊന്നും വിളിച്ചോളന്നില്ല. എന്തുകൊണ്ട്?
കാര്യമായ നിശ്ചയത്തിനൊന്നും സാധുക്കൾ പറ്റ സാധുവായ ഒന്നിലും പെടാത്തൊരു സാധുവിനെ വിളിച്ചോളണമെന്നൊന്നുമില്ല. അല്ലദിന ഇദാ ഹളറൂ ലം യുദ്ഉ, അവർ നാട്ടിലുണ്ടെങ്കിലും ഒരു പ്രധാനപ്പെട്ട അവനെ വിളിക്കൂല.